മുഅ്മിനുകളെ, നമ്മുടെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത്, ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത്, ഉമ്മാമയുടെയും ഉപ്പാപ്പയുടെയും ഖബറിന്റെ ചാരത്ത്, ഗുരുനാഥന്മാരുടെ ഖബറിന്റെ പരിസരത്ത് പോകട്ടെ, ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഖബറിന്റെയും സമീപത്ത് ഒന്ന് പോയി നിന്നാൽ അത് ഖബറിൽ കിടക്കുന്ന ആൾക്ക് വലിയ ഈനാസാണ്, വലിയ നേരം പോക്കാണ്, സന്തോഷമാണ്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹത്താ അസ്തഇനിസ ബികും, നിങ്ങളെ കൊണ്ട് എനിക്ക് നേരം പോകാനാണ്. നിങ്ങൾ ചുറ്റും അങ്ങനെ നിൽക്കണം, പെട്ടെന്ന് എന്നെ കുഴിയിലേക്ക് വെച്ച് നിങ്ങൾ പിരിഞ്ഞു പോകരുത്. ചില ആളുകളെ സ്വഭാവം അങ്ങനെയല്ലേ, അവരതാ പശുവിനെ മറവ് ചെയ്യും പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുരങ്ങ് ചത്തുപോയാൽ അതിനെ മറവ് ചെയ്യും പോലെ പെട്ടെന്ന് കുഴിയിലേക്ക് അങ്ങ് താത്തിയിട്ട് മണ്ണിട്ടിട്ട് മീസാങ്കല്ല് വെക്കുവോന്നറിയില്ല, അപ്പോഴേക്ക് ഒരു സ്ഥലം വിട്ടുപോയി. സ്വഹാബി പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്ത് നിൽക്കണം. ഒട്ടകത്തറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം അത്രയും കണക്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് നേരം പോക്ക് കിട്ടും. ഖബറിന്റെ സമീപത്ത് നിങ്ങൾ നിന്നാൽ എനിക്ക് വലിയ സന്തോഷം, വലിയ റാഹത്താണ്, വലിയ സമാധാനമാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, മുനാഫിഖീങ്ങളിൽപ്പെട്ട ആര് മരിച്ചാലും തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹ് നിർത്തിയില്ല, വലാ തഖും അലാ ഖബരിഹി, അവരെ ഖബറിന്റെ സമീപത്ത് പോലും നിൽക്കാൻ പാടില്ല. കാരണം തങ്ങൾ അവിടെ നിന്നാ ഉള്ളിലുള്ള ആളുകൾക്ക് വലിയ ശമനല്ലേ, വലിയ സമാധാനല്ലേ, വലിയ സന്തോഷല്ലേ. നിങ്ങൾ നിൽക്കരുത്, അവരെ ഖബറിന്റെ സമീപത്ത് പോലും നിൽക്കരുത്, ജനാസ നിസ്കരിക്കരുത്. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. കപടന്മാർ, അവർ തികഞ്ഞ ഈമാനില്ലാതെ മരിച്ചുപോയവരാണ്. അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും അവർക്ക് വിശ്വാസമല്ല, അവർ ഫാസിഖീങ്ങളായി മരിച്ചുപോയവരാണ്. അവരെ പേരിൽ തങ്ങൾ നിസ്കരിക്കരുത്, അവരെ ഖബറിന്റെ സമീപത്ത് നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ സമീപത്ത് നിന്നാൽ എന്തൊരു സന്തോഷായിരിക്കും, എന്തൊരു റാഹത്തായിരിക്കും. ഇത് കൂടുള്ള കുടുംബക്കാരായ സ്വഹാബിമാരോടും അല്ലാത്തവരോടുമാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്ത് നിൽക്കണം. എല്ലാവരും പോയിക്കഴിഞ്ഞാലും കുടുംബക്കാരും ഉറ്റവരും ഉടയവരും കുറച്ചുകൂടി നേരം അവിടെ നിൽക്കണം എന്നാ പറഞ്ഞത്.